ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ നാളായ ഒരു വ്ളോഗൊക്കെ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട് എനിക്കൊരു സിനിമയ്ക്ക് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് അതെല്ലാം റിജക്റ്റ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്കറിയാം ആപ്ലിക്കേഷൻ അയക്കേണ്ട കാര്യമില്ല, അത് റിജക്റ്റ് ആവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഇത്രയും നാളും പറ്റാതിരുന്നിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഇപ്പോൾ ചുമ്മാ ഒന്ന് ചോദിച്ച് നോക്കി, അച്ഛൻ ഞാൻ പൊക്കോട്ടെ, സിനിമയ്ക്ക് പൊക്കോട്ടെ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പൊക്കോളെ. ഹൈ, അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകുന്ന ദിവസമാണ് ഇന്ന്. വാഴ കാണാൻ പോകുന്ന ദിവസം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇപ്പം തിയേറ്ററിൽ പോകുന്ന നാലാമത്തെ സിനിമ കാണാനാണ് ഞാൻ തിയേറ്ററിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഞങ്ങളുടെ സിനിമ മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സ് ആയിരുന്നു. അന്ന് കൊച്ചായിരുന്നു. രണ്ടാമത് ഞാൻ കണ്ടത് ലൂസിഫർ ആണെന്ന് തോന്നുന്നു. മൂന്നാമത് ഞാൻ കണ്ടത് ബാഹുബലി 2, അത് കുഞ്ഞമ്മയുടെ കൂടെ പോയി കണ്ട്. അങ്ങനെ നാലാമത്തെ സിനിമയായിട്ടുള്ള വാഴ, അത് ഞാൻ ഇത്രയും ദിവസം അവർ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് ഇത്രയും ഹാപ്പി ആവാൻ കാരണം ഞാനാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ ഇന്നലെ ബുക്ക് മൈ ഷോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അണ്ണൻ്റെ പൈസയ്ക്ക് അന്നതേ ഉള്ളൂ, ചേട്ടൻ പൈസ തന്നു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഇന്ന് സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഒന്നാമത്തെ കാര്യം, ഇവിടെ എനിക്ക് അങ്ങനെ ഡ്രസ്സൊന്നുമില്ല, എല്ലാം ഹോസ്റ്റലിൽ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഉള്ളതൊക്കെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ എൻ്റെ കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയാണ് ഗൈസ്. ആദ്യം നമുക്ക് മുടി കെട്ടാം. 12:45 ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 11 മണിയെങ്കിലും ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 11 മണിക്ക് നല്ലല്ലേ, 11:30 ആകുമ്പോഴത്തേനും എത്തണം. പക്ഷെ അത്ര നേരത്തെ ഇറങ്ങണ്ടല്ലേ, പിന്നെ ബസ്സൊക്കെ കിട്ടി കരുനാപ്പള്ളി വരെ എത്തണ്ടേ, അതുകൊണ്ടാണ്. ചൂടെടുത്തിട്ട് പോയി എനിക്ക്. ഇനി നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം ഗൈസ്. പോൺസിൻ്റെ ഈ ഹൈഡ്ര മിറാക്കിൾ എന്ന് പറയുന്ന ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത്. എനിക്കങ്ങനെ എല്ലാം ഒന്നും ഇടാൻ പറ്റത്തില്ല ഗൈസ്, എൻ്റെ മുഖത്ത് കുറച്ച് സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പൊട്ട് നമുക്കിടാം. ഞാൻ ഈ കമ്മലാണ് ഇടാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് എനിക്ക് ചേച്ചി വാങ്ങിത്ത കമ്മലാണ്. ഇത് ഇപ്പോൾ പച്ച ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് പച്ചയിടാം. ഇതിൽ കളർ ചേഞ്ച് ആണ്. അപ്പം ഇതിങ്ങനെ ബാക്ക് വാഷ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഗ്രീൻ ഇടണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ എടുത്ത് ഇട്ടാൽ മതി. ഉള്ളല്ലേ, നല്ല രസമുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കമ്മലാണ് ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിൾ, നൂരിയൊന്നും വരത്തില്ല. ഇതിനെ ഇപ്പോൾ ഇട്ടിട്ട് ഈ നൂരിയൊന്നും വരത്തില്ല. മീഷോയ്ക്കകത്ത് കളർ ചേഞ്ചിങ് കമ്മലിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുവേ. നമ്മൾ നല്ല നനഞ്ഞിരിക്കുക, കുളിച്ചതേ ഉള്ളൂ. അപ്പം നമ്മൾ റെഡിയായി കഴിഞ്ഞു വയസ്സ്. ഇതാണ് ഫുള്ളി ഔട്ട്ഫിറ്റ്. കുറച്ച് പട്ടിഷൊക്കെ കാണിക്കാം. ഇത് ഗ്ലോ അല്ല ഗൈസ്, വിയർത്തതാ. ഫാൻ ഗൈസ്, നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കാൻ നോക്കി സിനിമയ്ക്ക് വിട്ടു വരാം. ബൈ. ബാക്കി വിശേഷം പിന്നെ കാണാം. എങ്ങനെയുണ്ട് ഗൈസ്? ഇതൊക്കെ ആയിട്ടില്ലേ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞാൻ ഭയങ്കര ഒരു ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക അങ്ങോട്ട്. വല്ല ബസ് വല്ലതും കിട്ടുമോ ഇനി, അല്ലെങ്കിൽ ഓട്ടോ വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ വളരെ നല്ല ഐശ്വര്യമായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് പോയി. ചെരുപ്പ് പൊട്ടി രണ്ടായിട്ട് കയ്യിൽ വന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചെരുപ്പ് മാറിയിട്ടു. അല്ലെങ്കിൽ എനിക്ക് ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നേ. അപ്പം വീട്ടിൽ ചെരുപ്പില്ലായിരുന്നു. ഞാൻ സ്ഥിരം ഇടുന്ന വീട്ടിൽ ഇടുന്ന പറഞ്ഞേ ഉള്ളൂ, വീടുന്നില്ല കോളേജ് ഇട്ടുകൊണ്ട് വന്ന് പറഞ്ഞേ ഉള്ളൂ. അത് രണ്ടാമെന്ന് വിചാരിച്ചാണ് ഇതെടുത്തിട്ടത്. പക്ഷേ ഇതങ്ങ് പൊട്ടിപ്പോയി. ഇനിയിപ്പം അതിട്ടുകൊണ്ട് പോകും. അതൊക്കെ എന്തോ ചെയ്യണം. നല്ല ചെരുപ്പായിരുന്നു. അച്ഛനത് ഒട്ടിച്ച് വെച്ചിരുന്നായിരുന്നു, പക്ഷേ ഇളകിപ്പോയി. ഇനി മറ്റേതാണ് ഒട്ടിച്ചെന്ന് എനിക്കറിയത്തില്ല. തയ്പ്പിക്കണം ഇനി, എൻ്റെ അതിടാൻ പറ്റത്തില്ല. എന്തായാലും ഇനിയിപ്പം നടന്നു പോകാം, വേറെ ചെരുപ്പിട്ടുണ്ടോ. ഈ ചെരുപ്പിടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ടോ. ഈ വെയിലത്ത് ഞാൻ കൊട്ടം നടന്നു പോവുകയാണ്. ഈ ഇട്ടേക്കുന്ന സൺസ്ക്രീൻ്റെ പവർ കൊണ്ട് മാത്രമാണ് ഞാൻ നടന്നു പോകുന്നത്. ഇതേ കണ്ടെത്തി സുമിതയുടെ വീട്ടിൽ. സുമിതയ്ക്ക് ക്യാമറ പേടിയാണ്ട് ഓടുവാണ്. അങ്ങനെ ഞാൻ കൊട്ടം നടന്നു. പക്ഷേ ഒരു ഓട്ടോടെ ഇത് കിട്ടി. അതിനകത്ത് വന്ന് ഇവിടെ വ്ളോഗ് വരും സുമിത. നിന്നെ കാണത്തില്ല, മിന്നായം പോലെ കാണത്തുള്ളൂ.
കാത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് ബസ് വന്നായിരുന്നേ. ആദ്യം തന്നെ വലിഞ്ഞേറി മറ്റേ 3 പേരുള്ള സീറ്റിലിരുന്നു. കാരണം അടുത്ത ജംഗ്ഷനിൽ നിന്ന് സ്നേഹ അമ്മയും കയറുമായിരുന്നു. അവരാണെങ്കിൽ ആദ്യം പോയി അടുത്ത ജംഗ്ഷനിൽ നിന്ന് കയറിയിട്ട് അപ്പുറത്ത് പോയിരുന്നു. പിന്നെ ഞാൻ വിളിച്ച് എൻ്റെ അടുത്ത് ഇരുത്തി. അമ്മയാണെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാത്ത അമ്മയാണ്. എൻ്റെ വ്ളോഗിനകത്തൊക്കെ വരുമെന്നും പറഞ്ഞ് സ്നേഹമായിട്ട് കളിയാക്കുക. അങ്ങനെ ഞങ്ങൾ കരുനാപ്പള്ളി ചെന്നെത്തി. ഒട്ടേക്ക് പോവാന്നോ? നമ്മൾ അങ്ങനെ വീണ്ടും നടക്കുവാണ്. ഇവിടുന്ന് നടക്കുന്ന കൊട്ടക്കോട്ട. അങ്ങനെ ഞങ്ങൾ നടന്നു കുഴഞ്ഞ ക്ഷീണത്തിൽ അടുത്തുള്ളൊരു കടയിൽ കയറി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. അമ്മയാണെങ്കിൽ ധൈര്യത്തിൽ നിൽക്കുവാണെ ഞാൻ മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് എൻ്റെ മുഖം കാണത്തില്ലല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ആദ്യം അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കിട്ടി. അവിടെ ഇരുന്ന് ഞങ്ങൾ 3 പേരും ഓരോ തണ്ണിമത്തങ്ങ ജ്യൂസും കുടിച്ചു. കാരണം സിനിമ വന്നത് ഉച്ചയ്ക്കായിരുന്നു. അപ്പം ഉച്ചയ്ക്കാകുമ്പം പിന്നെ വിശക്കുമല്ലോ, അത് ഓർത്തിട്ട് പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം കൃഷ്ണനാണ് കർണാടക വാഴ 2 2 വലത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവെല്ലായപ്പോൾ പോയി പോപ്കോണൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന് കഴിക്കുക. അങ്ങനെ കരഞ്ഞ് മെഴുകി തിയേറ്ററിലിരുന്ന് ഇത് കണ്ണിൻ്റെ അടിയൊക്കെ നീര് വെച്ച് വെക്കുന്നുണ്ടോ. അങ്ങനെ സിനിമ കണ്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. സിനിമ സൂപ്പർ കൊള്ളാം. ശില്പകാരിക്കും ഗൈസ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുന്ന് ഞങ്ങൾ എസ് ഭാരതിലോട്ട് കയറി. സ്നേഹയ്ക്ക് എസ് ഭാരതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി. ഭാരതി കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കയറിയിട്ട് ഇറങ്ങി. ഭാരതിലും കയറി കുഴഞ്ഞിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ കയറി ഒരു മുട്ട പപ്സും വെള്ളവും കുടിക്കാമെന്ന് വിചാരിച്ച് മുട്ട പപ്സും ഒരു ചായയും കുടിച്ച് പിന്നെ അവിടുന്ന് ഒരു മഞ്ചും മേടിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവിടുന്ന് പിന്നെ അടുത്ത ബസ് കയറണമല്ലോ, അത് പിന്നെ ബസ്സിലിരുന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കപ്പലിൻ്റെയും വാങ്ങി. സ്നേഹ എന്തോടി പറഞ്ഞ നേരത്തെ? എന്ത് ബസ്സിൻ്റെ കാര്യം? ഇത്ര നിൽക്കുന്ന ആൾക്കാരെല്ലാം ആ ബസ്സിനകത്ത് കയറാൻ. അമ്മ മാസ്ക് വെച്ചേക്കുന്നോണ്ട് ധൈര്യം അടിക്കുന്നത്. എന്നെ കിട്ടത്തില്ലല്ലോ. രണ്ടു മണിക്ക് പോയായിരുന്നെങ്കിലോ? കപ്പലണ്ടി പിന്നെ കിളിപോയ സ്നേഹം. എവിടെയും ഉറക്കം. കപ്പലണ്ടി പിന്നെ കിളി പോയിരിക്കുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കാണാൻ പറ്റിയില്ല, ക്യാമറയ്ക്ക് സ്റ്റേബിലിറ്റി ഇല്ല. ഞങ്ങളങ്ങനെ സ്നേഹയുടെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങുക. കമ്മൽ നല്ല രസമുണ്ടല്ലേ ഗൈസ്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ചേച്ചി അത് മേടിച്ചു തന്നത്. നമ്മുടെ സ്നേഹയുടെ ബുള്ളറ്റിൽ പോകാൻ പോവുക. എൻഫീൽഡിൽ പോവുകയാണ് ഗൈസ്. ഇവയ്ക്ക് എന്നോട് വരാൻ പേടിയാണെന്ന് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിളിൽ പോവുകയാണ്. എവിടെ ചെന്ന് വീഴുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ജംഗ്ഷനാണ് പുത്തൻ സങ്കേതം. ജംഗ്ഷൻ പുത്തൻ സങ്കേതം. ആ ഇപ്പം ഇത്ര
ചെടിയെ വല്ല കമ്പിലും പോയിട്ട് കയ്യും പോകും ഫോണും പോകും. വലിയ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. ശില്പ കയറ്റം വലുതായിട്ട് തന്നെ കയറിയിരിക്കുന്നു ഗൈസ്. അമ്മേ എൻ്റെ കുട്ടിയെല്ലാം പോയി. അതൊക്കെ അയ്യോ അല്ല അതൊക്കെ ഓഫാക്കിയിട്ടൊരു എടുത്തുള്ളൂ അല്ലേ പോടി കള്ളി. ഇതാണ്ട് വീടെത്താറായി ഗൈസ്. ഇതാണ് ആ കാണുന്നതാണ് ശില്പയുടെ വീട്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ വീടെത്തിയിരിക്കുന്നു. അമ്മയില്ലേ? അമ്മ വന്നില്ലെന്ന് തോന്നുന്നു. അമ്മ അങ്ങനെ ഗൈസ് ഞാൻ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ബൈ ദ വേ സിനിമേസ് നല്ല രസമുണ്ട്. എല്ലാവരും കാണണം. സിബ്ലിങ്സ് ഉള്ളവർ ഉറപ്പായിട്ടും കാണണം. അത്രയ്ക്ക് ഹേർട്ടിൽ ടച്ച് ആവുന്നൊരു സിനിമയാണ്. ഞാൻ കരഞ്ഞിരുന്ന് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ നീര് വരെയായി. നിങ്ങൾ എൻ്റെ ആ സിനിമയ്ക്ക് മുന്നേ ഉള്ള വീഡിയോയും ശേഷമുള്ള വീഡിയോയും കണ്ടാൽ മനസ്സിലാവും കണ്ണിൻ്റെ ഡിഫറൻസ്. അപ്പം നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കരമായിട്ട് ഞാനിരുന്ന് കരഞ്ഞുപോയി അവസാനമൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഒരു വിഷമം. അവന് ഗുളിക കെട്ടി കാണുമെന്നാണ്. വിനായകന് ഇനി ഗുളിക കെട്ടി കാണുമായിരിക്കുമല്ലേ? അതോർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട്. കെട്ടിക്കാണുമെന്ന് വിശ്വസിക്കാം. ബൈ ദ വൈ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യുകയാണ് ഗൈസ്. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.